മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലഭിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് 3 ഡിഫൻസ് സ്ഥാപനങ്ങൾക്ക്, അതായത് പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ബ്രഹ്മോസിന് ഏറ്റവും പ്രധാനം, ബ്രഹ്മോസ് എന്നുള്ളത് അറിയാം, അടുത്ത കാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചൊക്കെ ബ്രഹ്മോസിന് ഭൂമി അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ഹാർഡ്വെയർ നിർമ്മാണത്തിനുള്ള ഒരു പ്ലാന്റ് വരുമെന്നുള്ളതാണ്. നെട്ടുകാൽത്തേരി ജയിലിലെ 257 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. SSB, ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയുമൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരം വികസനത്തിലേക്ക്, വികസനം എന്നുള്ളതല്ല, നിലവിലുള്ള വികസനങ്ങളെ തള്ളി പറയുന്നുമില്ല, കൂടുതൽ വികസനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ സ്ഥാപനങ്ങൾ പ്രതിരോധ തലത്തിലുള്ള 3 സ്ഥാപനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വരുന്നത്. ഏറെ സന്തോഷകരമായ വാർത്തയാണത്. സുപ്രീം കോടതി അതിനായി ഭൂമി അനുവദിച്ചിരിക്കുന്നു. കാട്ടാക്കടയിലുള്ള നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ 257 ഏക്കറാണ് സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചത്. ബ്രഹ്മോസ് ആംഡ് ബോർഡ് ഫോഴ്സ്, ദേശീയ ഫോറൻസിക് സർവകലാശാല, അതായത് ആംഡ് ബോർഡ് ഫോഴ്സ് കൃത്യമായി ആയുധങ്ങളുമായി ബന്ധപ്പെട്ട അതിന് കൃത്യമായൊരു ബോർഡുണ്ട്. ഈ ആയുധങ്ങളുടെ കണക്കുകളും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പഠിക്കാനായി അതിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥാപനമാണ് ആംഡ് ബോർഡ് ഫോഴ്സ്. ഒപ്പം ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയ്ക്കൊക്കെയാണ് ഭൂമി അനുവദിച്ചത്. ബ്രഹ്മോസിനായുള്ള ഹാർഡ്വെയറുകളുടെ നിർമ്മാണത്തിനുള്ള പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കും. 457 ഏക്കറാണ് ജയിൽ ഭൂമി. അതിൽ നിന്നാണ് ഒരു 257 ഏക്കർ പ്രതിരോധ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനായി കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ തുറന്ന ജയിലുകളുടെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോടതി അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഹർജിയുമായി ഇപ്പോൾ സുപ്രീം കോടതി സമീപിച്ചത്. ഇപ്പോൾ ആ ഒരു തീരുമാനം വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ 3 പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ബ്രഹ്മോസ് അടക്കമുള്ള 3 ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്കാണ് ഭൂമി അനുവദിച്ചത്. 257 ഏക്കറാണ് നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിലെ 257 ഏക്കറാണ് സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചത്. ബ്രഹ്മോസ്, ആംഡ് ബോർഡ് ഫോഴ്സ്, ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവയ്ക്കാണ് ഭൂമി അനുവദിച്ചിരിക്കുന്നത്.